അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫൈസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും സർവാദരണീയരായ ശ്രോതാക്കളെ, ജാമിയ സഅദിയ അറബിയ ഇന്ത്യൻ സെൻറ്റർ ദുബൈ സംഘടിപ്പിക്കുന്ന യുടെ ഖുത്ബ തർജമയിലാണ് നാം നിലകൊള്ളുന്നത്. ഇന്നത്തെ ഖുത്ബയുടെ വിഷയം ബറകാത്തിൻ മിനസ് സമായി, ആകാശത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ. അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹങ്ങൾ ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കപ്പെടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുന്ന മഴ. മനുഷ്യജീവിതത്തിന് ആവശ്യമായ എല്ലാ വസ്തുക്കളുടെയും ആവിർഭാവവും ഉത്ഭവവും മനുഷ്യ നിലനിൽപ്പ് തന്നെ വെള്ളത്തിലാണ്. ആ ശുദ്ധമായ ജലം അള്ളാഹുവിൻ്റെ പരമകോടി അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് നമുക്ക് ആകാശത്തിൽ നിന്ന് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫിൽ അരുളുകയാണ്: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൂ. ഒരു നാട്ടിൻ്റെ ആളുകൾ അവർ നിഷ്കളങ്കമായി വിശ്വാസമർപ്പിക്കുകയും അവരവരുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കുകയും ചെയ്താൽ ലഫത്തഹന അലൈഹിം ബറകാത്തിൻ മിനസ് സമാ, നാം അവരുടെ മേൽ ആകാശത്തിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ തുറന്നു കൊടുക്കുന്നതാണ്. വൽ അർളി, ഭൂമിയിൽ നിന്നും അവർക്കൊരുപാട് അനുഗ്രഹങ്ങൾ നാം തുറന്നു കൊടുക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരിക്കലും മേഘം നമുക്ക് മഴ തരുന്നില്ല, ആകാശം നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്നില്ല, മറ്റു ഒരു മാധ്യമങ്ങളും നമുക്കൊരു അനുഗ്രഹങ്ങളും ചെയ്തു തരുന്നില്ല. ഇല്ലാ ബിദിനി, അള്ളാഹുവിൻ്റെ അനുവാദ പ്രകാരമല്ലാതെ, ഇല്ലാ ബി അംരിഹി, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമല്ലാതെ, ഇല്ലാ ബി റഹ്മത്തിൻ മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം കൊണ്ടല്ലാതെ നമുക്ക് ഒരു അനുഗ്രഹവും ഈ ലോകത്ത് ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഭൂമിയെ അത് ചത്തതിന് ശേഷം അതിന് ജന്മം നൽകുന്നതും പുനർജീവിപ്പിക്കുന്നതും ഒക്കെ അള്ളാഹുവാണ്. ഈ ഭൂമി ലോകത്തെ സജീവമാക്കുന്നത്. മനുഷ്യനാവശ്യമായ ആഹാരപദാർത്ഥങ്ങൾ ഇതൊക്കെ ഭൂമിയിൽ അള്ളാഹു നൽകുന്നത് അവൻ്റെ അളവറ്റ അനുഗ്രഹങ്ങളെ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവനോടുള്ള അർത്ഥന, അവനോടുള്ള യാചന, അവനോടുള്ള ദുആ, അതാണ് അവനനുസരിക്കുക. ഇത് മാത്രമാണ് നമുക്ക് അള്ളാഹുവിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കാൻ കാരണമാകുന്നത്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ഖാഫിൽ പറയുകയാണ്: വനസ്സൽനാ മിനസ് സമായി മാഅൻ മുബാറക, നാം ആകാശത്തിൽ നിന്ന് ഏറ്റവും അഭിവൃദ്ധിയുള്ള വെള്ളത്തെ, ധാരാളം ബറക്കത്തുള്ള വെള്ളത്തെ നാം ഇറക്കുന്നു. അംബത്തിനാ ബിഹി, ആ വെള്ളം കാരണമായി നാം മുളപ്പിക്കുന്നു ജന്നാത്തിൻ, വിവിധങ്ങളായ തോപ്പുകൾ, തോട്ടങ്ങൾ, പാർക്കുകൾ, പഴത്തോട്ടങ്ങൾ, തോപ്പുകൾ. വഹബ്ബൽ ഹസീദ്, കൊയ്തെടുക്കാൻ പറ്റുന്ന ധാന്യങ്ങൾ. ഇതൊക്കെ മഴ കാരണമായാണ് നാം മുളപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിൻ്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: ലൈസത്തിസ്സന, ഭൂമി ലോകത്തുള്ള
അതായത് ഭൂമി ലോകത്തുള്ള ഈ മാന്യാവസ്ഥ, ഈ ഭൂമി ലോകത്തുണ്ടാകുന്ന മഴയില്ലാതെ ഉണ്ടാകുന്ന വരൾച്ച, ഈ വരൾച്ച അതൊന്നും ബിയല്ല തുംതറു, മഴ പെയ്യാതിരിക്കുന്ന ഉണ്ടാകുന്നതല്ല. വലാക്കിന് സനത്തു, എങ്കിലും ഇവിടെയുണ്ടാകുന്ന വരൾച്ച തുംതറു, അവർക്കിഷ്ടം പോലെ മഴ ലഭിച്ചാലും വലാ തുമ്പിത്തുൽ അർദു ശൈഅ, ഭൂമി മുളപ്പിക്കാതെ, ഭൂമിയിലൊന്നും സജീവമാകാതെ, ഭൂമിയൊന്നും മുളപ്പിക്കാതെ, ഇവിടെ ഒരു വസ്തുവും ഭൂമിയിൽ നിന്ന് പൊട്ടിമുളക്കാതെ എത്ര മഴ പെയ്താലും ആ മഴയൊന്നും ഭൂമിയുടെ അഭിവൃദ്ധിക്കോ ബർക്കത്തിനോ കാരണമല്ല. അതുകൊണ്ട് തന്നെ വെറും മഴ നമുക്ക് ലഭിച്ചിട്ട് കാര്യമില്ല. ഉപകാരപ്രദമായ മഴ നമുക്ക് ലഭിക്കണം, ബർക്കത്തുള്ള മഴ നമുക്ക് ലഭിക്കണം. അതിനു വേണ്ടിയാണ് സൃഷ്ടാവായ റബ്ബിനോട് നാം അഭ്യർത്ഥിക്കേണ്ടതും ദുആ ചെയ്യേണ്ടതും. അതിനാവശ്യമായ കാരണങ്ങൾ മുൻനിർത്തി നാം റബ്ബിനോട് കീണപേക്ഷിക്കേണ്ടതും. ബർക്കത്തുകൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ദുആ അല്ലാഹു ഖുർആനിൽ രേഖപ്പെടുത്തുന്നുണ്ട്. വഖുർ റബ്ബി അൻസിൽനി മുൻസലം മുബാറക, പഠിച്ചവനെ എന്നെ നല്ല അഭിവൃദ്ധിയുള്ള ബർക്കത്തുള്ള കേന്ദ്രത്തിൽ നീ ഇറക്കണം തമ്പുരാനെ. ബർക്കത്തുള്ള നാട്ടിൽ, ബർക്കത്തുള്ള സ്ഥലത്ത് എന്നെ നീ ഇറക്കണമെന്ന് നൂഹ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തത് അല്ലാഹു രേഖപ്പെടുത്തുന്നത് ബർക്കത്താണ് പ്രധാനം. കുറേ കാര്യങ്ങൾ ഉണ്ടാകലല്ല, കുറേ സമ്പത്ത് കുമിഞ്ഞുകൂടിയാൽ ബർക്കത്തുണ്ടെന്ന് പറയാൻ പറ്റില്ല. ആ സമ്പത്ത് ജീവിതത്തിൽ ഉപകാരപ്രദമാവണം. അതേപോലെ മഴകൾ ധാരാളം പെയ്തിട്ട് കാര്യമില്ല, അത് നമുക്ക് ജീവിക്കാൻ പര്യാപ്തവും ഉപയുക്തവുമായിരിക്കണം, ഉപകാരപ്രദവുമായിരിക്കണം. അങ്ങനെയാണ് ബർക്കത്ത്. ആ ബർക്കത്ത് നാം എപ്പോഴും അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞത്, ബർക്കത്ത് കൊണ്ട് സമ്പുഷ്ടമായ ഏറ്റവും അഭിവൃദ്ധിയുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുള്ള ഭൂമിയിൽ സ്ഥലത്ത് എന്നെ നീ ഇറക്കണം തമ്പുരാനെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തത് നമുക്ക് കാണാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ അള്ളാഹു ഖുർആനിൽ എടുത്തു പറയുന്നത് കാണാം. വബാറക്കൻ അലൈഹി വഅലാ ഇസ്ഹാഖ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നാം ധാരാളം ബർക്കത്തുകൾ ചെയ്തു. അതേപോലെ വഅലാ ഇസ്ഹാഖ്, അവിടുത്തെ പ്രിയപ്പെട്ട പുത്രനായ സയ്യിദുനാ ഇസ്ഹാഖ് അലൈഹിസ്സലാമിനും നാം ധാരാളം ബർക്കത്തുകൾ ചെയ്തു. അതേപോലെ തന്നെ സയ്യിദുനാ ഈസാ ഇബ്നു മറിയം അലൈഹിമുസ്സലാത്തു വസ്സലാം മഹാനവറുകൾക്ക് അല്ലാഹു നൽകിയ ബർക്കത്ത് ഉദ്ധരിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, വജഅലനി മുബാറക്കൻ ഐനമാ കുന്തു. ഈസാ നബി അലൈഹിസ്സലാം പറയുകയാണ്, വജഅലനി മുബാറക്കൻ, എനിക്ക് അല്ലാഹു ധാരാളം ബർക്കത്തുകൾ ചെയ്തു. എന്നിട്ട് അല്ലാഹു ഐനമാ കുന്തു, ഞാൻ എവിടെ ജീവിക്കുകയാണെങ്കിലും, എവിടെ താമസിക്കുകയാണെങ്കിലും, എവിടെ യാത്ര ചെയ്യുകയാണെങ്കിലും, ഞാൻ ഉള്ള സ്ഥലത്തെല്ലാം അല്ലാഹു എനിക്ക് ധാരാളം അഭിവൃദ്ധിയും ഉന്നതിയും ഉദാത്തതയും ബർക്കത്തുകളും എനിക്ക് എൻ്റെ റബ്ബ് ചെയ്തിരിക്കുന്നു എന്ന് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ആ ഒരു വാക്ക് അല്ലാഹു ഖുർആൻ ഉദ്ധരിക്കുന്നത് നമുക്ക് വേണ്ടത് കാരണങ്ങളല്ല, ആ കാരണങ്ങളിൽ ധാരാളം ഉപകാരങ്ങൾ വേണം. ഉപകാരമുള്ള സമ്പത്ത്, ഉപകാരമുള്ള മഴ, അതാണ് നമുക്ക് വേണ്ടത്. അതിന് കാരണം എന്താണ്? അതിനേറ്റവും വലിയ കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഫഖറഊ മാ തയസ്സറ മിൻഹു, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ നിങ്ങൾ ആവത് പ്രകാരം നിങ്ങൾക്ക് കഴിയുന്നതനുസരിച്ച് നിങ്ങൾ ഖുർആൻ ഓതണം. എന്നാൽ നിങ്ങൾക്ക് ധാരാളം ബർക്കത്തുകൾ അല്ലാഹു ചെയ്തു തരും. ഖുർആൻ ഓതി അല്ലാഹുവിനോട് മഴക്ക് വേണ്ടി ദുആ ചെയ്യണം. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി, പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ നാം ഇറക്കിയത്, തങ്ങളിലേക്ക് നാം അവതരിപ്പിച്ചത് മുബാറക്കുൻ, അത് ബർക്കത്താക്കപ്പെട്ടതായിട്ടാണ്. ലിയുദ്ദബ്ബിറു ആയാതിഹി, അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർ ചിന്തിക്കാൻ വേണ്ടിയും ബർക്കത്തിന് വേണ്ടിയുമാണ്. ഖുർആൻ ഓതുന്നവർക്ക് ധാരാളം ബർക്കത്തുകൾ കിട്ടും. അതുകൊണ്ട് തന്നെ ഖുർആൻ ഓതി അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അതാണ് മയനത്തേടുന്ന നിസ്കാരം. ഈ രാജ്യത്തെ പ്രസിഡന്റ് ഇവിടുത്തെ സമൂഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്, എല്ലാവരും മഴനെ അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ഇസ്തിസ്ഖാ, മയനത്തേടുന്ന നിസ്കാരം നിസ്കരിക്കണമെന്ന്. ആ നിസ്കാരത്തിൻ്റെ പ്രത്യേകതയും അതിൽ ഖുർആൻ ഓതി അള്ളാഹുവിനോട് ദുആ ചെയ്യലാണ്. പെരുന്നാൾ നിസ്കാരം പോലെ 2 റക്അത്ത് നിസ്കാരമാണ് ഇസ്തിസ്ഖാ നിസ്കാരം, പെരുന്നാൾ നിസ്കാരം പോലെ തന്നെ. പക്ഷെ പെരുന്നാൾ നിസ്കാരത്തിൽ തക്ബീർ കെട്ടിയ ഉടനെ ആദ്യത്തെ റക്അത്തിൽ 7
രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീർ നാം ചെല്ലും. അതിന് പകരം ഇസ്തിഗ്ഫാർ ചെല്ലണം ഇസ്തിസ്കാ നിസ്കാരത്തിൽ. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി സൂറത്തുകളും ഫാത്തിഹയും റുക്കുവും സുജൂദും ഒക്കെ പെരുന്നാൾ നിസ്കാരം പോലെ തന്നെയാണ് ഇസ്തിസ്കാ നിസ്കാരവും. 2 ഖുതുബ ഉണ്ട് ഇസ്തിസ്കാ നിസ്കാരത്തിൽ. രണ്ടാമത്തെ ഖുതുബയിൽ ഇമാം ദുആ ചെയ്യുമ്പോൾ ഖിബ്ലയിലേക്ക് തിരിയണം. അതാണ് ഈ ഖുതുബയുടെ പ്രത്യേകത. ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. അതേപോലെ തന്നെ ഇമാം ഇട്ടിരിക്കുന്ന മേൽത്തട്ടം അത് ഒന്ന് സൈഡ് മാറ്റി ഇടണം. അതേപോലെ ശ്രോതാക്കളിലും മേൽത്തട്ടമുട്ടവരുണ്ടെങ്കിൽ അവരും തരതിരിച്ച് ഇടണമെന്ന് ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി പെരുന്നാൾ നിസ്കാരം പോലെ തന്നെ 2 റക്അത്ത് നിസ്കാരവും ഖുതുബ പോലെ തന്നെ 2 ഖുതുബയും. ഇതൊക്കെ അള്ളാഹുവിനോട് ഖുർആൻ ഓതി സുജൂദ് ചെയ്ത് റുക്കൂ ചെയ്ത് ഇബാദത്തുകൾ ചെയ്ത് നമ്മുടെ ദുആ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് മഅനെ അഭ്യർത്ഥിക്കുകയാണ്. അതിന് മുന്നോടിയായി ചെയ്യേണ്ട അള്ളാഹു ഉത്തരം ചെയ്യാനുള്ള കാരണങ്ങളാണ് നിസ്കാരങ്ങൾ. അതേപോലെ വദ്ദു സക്കാത്ത് അംവാലിക്കും, നിങ്ങളുടെ സക്കാത്തുകൾ കൃത്യമായും കൊടുത്തുവിടണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ചിലപ്പോൾ തടയപ്പെട്ടേക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ബർക്കത്ത് ലഭിക്കണമെങ്കിൽ സക്കാത്തുകൾ കൊടുത്തു വിട്ടണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മനാ ഖൗമുൻ അസ്സക്കാത്ത, ഏതെങ്കിലും ഒരു സമൂഹം സക്കാത്ത് കൊടുത്തു വിട്ടുന്നില്ലെങ്കിൽ ഇല്ലാ മനാഹുമുല്ലാഹുൽ ഖത്ർ മിനസ് സമാ, ആകാശത്തിൽ നിന്ന് ലഭിക്കുന്ന പരമകോടി അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമായ മഴ, ഭൂമിയിലുള്ള മുഴുവൻ അനുഗ്രഹത്തിൻ്റെയും കാരണമായ മഴ അവർക്ക് അള്ളാഹു തടഞ്ഞേക്കും. സക്കാത്ത് കൊടുക്കാത്തവർക്ക് അള്ളാഹു അവൻ്റെ മഴയും തടഞ്ഞേക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ റഹ്മത്തിൻ്റെ നാവ് കൊണ്ട് നമ്മോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാം അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സ് തിരിക്കുക, റബ്ബിനോട് ദുആ ചെയ്യുക. അത് മാത്രമാണ് നമുക്കുള്ള എല്ലാ ക്ഷാമത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും രോഗത്തിൻ്റെയും മുഴുവൻ പ്രശ്നങ്ങളുടെയും പരിഹാരം അത് തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് നല്ല നിലയിൽ ഇസ്തിസ്കാ നിസ്കാരം നിർവഹിക്കുക, ഖുർആൻ ഓതുക, സക്കാത്ത് കൊടുക്കുക, നിസ്കാരം നിലനിർത്തുക. അള്ളാഹു ഫർളാക്കിയ മുഴുവൻ കാര്യങ്ങളും യഥാവിധി ചെയ്തുകൊണ്ട് റബ്ബിനോട് അഭ്യർത്ഥിക്കുക. ആ റബ്ബ് റഹ്മത്തുള്ളവനാണ്, കൃപയുള്ളവനാണ്, കരുണയുള്ളവനാണ്. അവൻ നമ്മെ ഒരിക്കലും തള്ളിക്കളയില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.